നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ അരമുറയ്ക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഈ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി എടുത്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരം കൂടി ആവശ്യമായിട്ടുണ്ട്. ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നട്ട്സ് ചേർക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, കിസ്മിസ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നട്ട്സ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നട്ട്സ് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് നാളികേരമാണ് എടുത്തേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ നാളികേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നാളികേരത്തിൻ്റെ കളർ മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ നാളികേരത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. മാക്സിമം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നാളികേരം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നേന്ത്രപ്പഴവും കൂടി ചേർത്തെടുക്കാം. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെ വെക്കണേ. ഇനിയും നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഒരു 3-4 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അങ്ങനെ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ നെയ്യും നാളികേരവും കൂടിയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ ഉണ്ടാവുക. ഇതിപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലം പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് മാറിക്കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിന് പകരം മൈദമാവ് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഗോതമ്പ് മാവ് തന്നെയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന നൈസ് അരിപ്പൊടി ആട്ടോ എടുത്തേക്കുന്നത്. ബാറ്ററിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ നേന്ത്രപ്പഴം കട്ട് ചെയ്തപ്പോൾ ഒരു 3-4 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ബാറ്ററിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കരുത്. മാക്സിമം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർക്കാവൂ. നന്നായിട്ട് നരച്ചെടുക്കാം. നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഒത്തിരി ലൂസാകാൻ പാടില്ല, എന്നാൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണം നിർബന്ധമില്ല. ചേർത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയായി വരുമ്പോൾ നല്ലൊരു കളറായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കിയൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസാക്കിയാണ് ഉരുട്ടിയെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നീളത്തിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 8 സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഇത് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഈ ബാറ്ററിലിട്ടൊന്ന് മുക്കിയെടുക്കാം. അതായത് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു 4 ബോൾസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുമിച്ചിടേണ്ട ആവശ്യമില്ല. അറ്റ് എ ടൈം ഒരു 3-4 എണ്ണം മാത്രം ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ച് നമുക്കിത് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എണ്ണയിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം മെല്ലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു സൈഡ് ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. മഞ്ഞപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറമേ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നമ്മൾ ആ നേന്ത്രപ്പഴത്തിൻ്റെ സ്റ്റഫിംഗ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത നട്ട്സൊക്കെ കണ്ടു. അപ്പോൾ ഇത് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നട്ട്സും കൂടെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ പഴംപൊരിയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ബെല്ലൈക്കനും കൂടി ഉണ്ടാകും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്